കൊള്ളിയിടയ്ക്കപ്പോ ദൃശ്യം 3 ചെയ്യാൻ പറ. പിന്നെ അത് ചറവറ ടെസ്റ്റ് ആയി അപ്പൊ പ്രശ്നം നല്ല സ്ക്രീൻ പ്ലേ, നല്ല ഡയറക്ഷൻ. പടം കൊള്ളത്തില്ല. കൊള്ളിയിടയ്ക്കപ്പോ ദൃശ്യം 3 ചെയ്യാൻ പറ. ഇതിന് ടിപ്പിക്കൽ പടമൊക്കെ അവരേക്ക് മാസം ചെയ്യാൻ പറ. ബിഎഡൊക്കെ കേട്ട് ഓക്കെ കൊള്ളത്തില്ല. പടം ജിത്തു ജോസഫിന്റെ കൂമനൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ അതുപോലൊരു പടമൊന്നും അല്ല. നോർമലായിട്ട് സ്ലോ പേസിൽ പോകുന്ന പടമാണ്. ആദ്യമൊന്നും ഒട്ടും എൻഗേജിങ് അല്ല. പിന്നെ പറയാനായിട്ട് കൊള്ളാം, വൺ ടൈം വാച്ചബിളാണ്, അത്രേ ഉള്ളൂ. തിരക്കഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഒരു ടൈം മൊത്തത്തിലിരുന്ന് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ആയിട്ട് കിട്ടത്തില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നുമില്ല. ദൃശ്യം 3 കൂമനെങ്കിലും പ്രതീക്ഷ വരുന്നത്, പക്ഷെ അത്രയ്ക്കില്ല, ഒട്ടുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടെസ്റ്റ് കുറച്ച് കൂടുതൽ, ഒരു 5-6 പടത്തിനുള്ള ടെസ്റ്റ് ഉണ്ട്. എല്ലാം ഒറ്റടിക്ക് കാണിച്ചില്ലേ? അതിപ്രസരമാണ് കുറെ ഉണ്ട്, പക്ഷെ അതങ്ങോട്ട് മൊത്തത്തിൽ ഒരു അവിയൽ വരുവായി പോയി. അത്ര വേണ്ട. നല്ല സ്ക്രീൻ പ്ലേ, നല്ല ഡയറക്ഷൻ, ഗംഭീരമായിരിക്കും. ക്ലൈമാക്സ് സൂപ്പർ. കൊള്ളാം, ശോകമല്ല, പടം കൊള്ളാം. പക്ഷെ ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ അത് ചറവറ ടെസ്റ്റ് ആയി അപ്പൊ പ്രശ്നം ടെസ്റ്റ് മൊത്തം ടെസ്റ്റ്, ഫുൾ ടെസ്റ്റ്. കണക്ട് ആണെന്ന് വെച്ചാൽ നമ്മള് ഒരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ഇതല്ല, ഒരു ത്രില്ലറാണ്. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് ദൃശ്യം 3 ഒരു പ്രതീക്ഷ മങ്ങലേറ്റു. ജിത്തു ജോസഫ് ആടോന്നൊരു ഡൗട്ട്. ഇനി ബാക്കിയുള്ള കണ്ടപ്പോ എന്തോന്നു മൊത്തത്തിൽ ടെസ്റ്റോട് ടെസ്റ്റാ. കുഴപ്പമില്ല. ഇത് കൂടുതൽ പറയാൻ ദൃശ്യം 3 ഒരു കാത്തിരിപ്പ് ഇതാണ്. പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലേറ്റോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്ലീഷ അടിച്ചു, ഭയങ്കര ക്ലീഷ. എനിക്കൊന്നും തോന്നില്ല, ഒന്നും മച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തില്ല. ടെസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോയോ? ഓവർ ടെസ്റ്റ് ആണ്. എല്ലാ ടെസ്റ്റും പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ എല്ലാ സീനിലും ടെസ്റ്റ് ആണ്. പക്ഷെ ടെസ്റ്റ് കൊണ്ട് നിക്കാൻ വയ്യ. അതന്നെ അല്ല, നറേഷൻ മൊത്തത്തിൽ പടം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നില്ല. കുഴപ്പമില്ല. ത്രില്ലിംഗ് ആണോ? ആ ത്രില്ലിങ് കുഴപ്പമില്ല, അത്രേ ഉള്ള.